ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്ന് ഇതേപോലത്തെ ഒരു ഔട്ടിങ്ങിന് പോകുന്നത്. ഒരുപാട് കമൻസൊക്കെ വരാൻ തുടങ്ങി, നിങ്ങൾ ഇപ്പോൾ പോകുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് കാഴ്ചകൾ കാണിക്കാൻ പോവുകയാണ്. അതാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ. ഓക്കെ, സോ വെൽക്കം. ഇതിൽ എന്നെ വാങ്ങിച്ചു തിന്നുണ്ട്. അപ്പം തന്നെ ചേട്ട സാധനങ്ങളെല്ലാം ഇല്ലാതെ വാങ്ങാം. സൺസെറ്റിന്റെ സമയത്ത് കൂളിംഗ് ഗ്ലാസ്, അത് സൺഗ്ലാസ് തോന്നുന്നുണ്ട്. ഇതിൽ ഞാൻ നമിച്ചു. ബാക്കിലൊക്കെ വെച്ചേ കുരുവിയപ്പ വളർന്നതാ. ഇപ്പൊ ഇവിടെ ചൊല്ലി ലൈസിന് കിട്ടിയ അവാർഡും മറ്റുള്ള അപ്പൊ ശരിയാ, ബൈ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ വ്ളോഗ്. ആ ഒരു സെക്കൻഡ് നാ ഒന്ന് ഫ്ലോട്ട് ഇട്ട് ഇതിനകത്ത്. ഹായ്, എനിക്കിഷ്ടമായി തന്നെ. തന്നെ പേരെന്താ? കുട്ടീന്റെ പേരെന്താ? എതിലിന നമ്പർ തരുവോ? ഇല്ല, അതെല്ലാം കഴിയ ഉള്ള കൂടെ ഉള്ളതാരാണ്? ചേച്ചിയാണോ? ചേച്ചിയല്ല, അമ്മയാണ്. അമ്മ കുറെ നാൾക്ക് ശേഷം ബീച്ച് റോഡിൽ ഈ ടൈമിൽ ലിജിന. യെസ്, ആണ് നമ്മുടെ നാട്ടിലത്തെ വൈകുന്നേര കാഴ്ചകൾ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ റോഡ് ക്ലോസ്ഡ് ആവും. അപ്പൊ അതിനുശേഷം നമുക്ക് ലോക്കൽസിന് ഇവിടെ എൻട്രി ഇല്ല. അല്ല, ലോക്കൽസിന് നല്ല ആർക്കും റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിലും അവർക്ക് കൂടി എൻട്രി ഇല്ല. പോലീസുകാരന്മാരെങ്കില് 6:30 ശേഷം ഇവിടെയും ബ്ലോക്ക് ആവും. നമ്മള് കേറി 10 മിനിറ്റ് അല്ലടാ, 6:20 ഇപ്പോഴാണ് ആയത്. കോമഡി ആയിരിക്കും. കൊറേ നാൾക്ക് ശേഷം കാണുന്നല്ലേ ഇവിടെ. അല്ല, നമ്മൾ ഇന്ന് രാവിലെ കൂടി വന്നത്. ആണല്ലേ? നമ്മൾ എത്ര കാലം ഏടാ ജീന ഈ വഴി വന്നിട്ട്? 1.5 മാസം. അതിനേക്കാളും കൂടുതൽ കുറഞ്ഞെങ്കിലേ ഉള്ളൂ. രാവിലെ നമ്മളെന്തായാലും ഈ റൂട്ട് കേറി കിട്ടി. ഇനി എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകും. അപ്പോ രാവിലെ സ്നോർക്കലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നെ. അങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ ഫേസ് മൊത്തം ഭയങ്കര റെഡ് കളറായി. എനിക്ക് ഭയങ്കര റെഡ് കളറായിട്ട് ഇവിടൊക്കെ എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ. അതേപോലെ സ്നോർക്കിൾസ് വെച്ചിട്ട് ലിപ്സ് ഒക്കെ ഇങ്ങനെ പിടിക്കുമല്ലോ, പിടിച്ച് ആയൊക്കെ എന്തോ പൊട്ടി. നമ്മുടെ കവരത്തിലത്തെ ഒരു ഫ്രീക്കൻ. ഓ, ഫ്രീക്കന്റെ പേര് പറയോ? അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഫെൻസിങ് അത് നാച്ചുറൽ ആണ് കേട്ടോ. അപ്പൊ ഈ ടൈമിലൊക്കെ 6:30 മുമ്പ് ആൾക്കാർ ഇങ്ങനെ ഈ വഴി വരും. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം ഒരു സ്ഥലം ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
അപ്പൊ തുടങ്ങും ആൾക്കാർ അവിടെ ഇടിച്ചു കയറാനൊക്കെ. അപ്പൊ അതുവരെ നോർമലായിരുന്നു. ഇവിടെ ആരും വരണമൊന്നുമില്ല, വരുന്നവർക്ക് വരാം, പോകുന്നവർക്ക് പോകാം. പക്ഷെ ഇവരൊരു 30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം ലിമിറ്റ് വെച്ചപ്പോ അതിന് മുമ്പും അതിന് ശേഷവും എന്ന് വെച്ചാൽ 10:30 വരെ ക്ലോസ്ഡ് ആണ്. 10:30 ആകുമ്പോഴത്തേക്ക് ഇപ്പോ നല്ല റഷ്. ഞങ്ങള് ഹെലിപ്പാഡിന്റെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം ഹെലിപ്പാഡ് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ അങ്ങനെ എടുത്തേല, അല്ല ഈ സൈഡെല്ലാം കിട്ടുന്ന വീഡിയോ എടുത്തില്ലല്ലോ. ചോപ്പർ പോലെ ഇവിടെ എമർജൻസി ലാൻഡിങ് ആണ്. കണ്ടോ പ്ലെയിൻ ആയത്. മുമ്പൊക്കെ നമ്മൾ വന്നിരുന്ന സ്ഥിരം സ്പോട്ടായിരുന്നു ഇവിടെ. ഒരു എയർഫോഴ്സിന്റെ രണ്ടുണ്ടോ? രണ്ടുണ്ട് അവിടെ. അതിന്റെ വിങ്ങുണ്ട്. കുറെ അങ്ങിയാക്കി നിർത്തിയിരുന്നൊക്കെ കാണുവാനെ മൊത്തം. ജീന നാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവം ജീന. എതിലി ഇതെവിടെ? എതിലിനെ ഒന്ന് ഉപദേശിച്ച ഫേസ് കണ്ടേല് ഞാൻ. ഇതാണ് നമ്മള് ക്രോസ് ചെയ്ത് പോയത്. ഫേമസ് ആയിപ്പോയത്. അതിനൊരു കുക്കുന ചായ കാച്ചൽ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു. കുരുവി വ്യൂ ഇവിടെ. എസിലു വേൾഡ് സ്റ്റിയറിംഗ് മാൻ. ഈ ടീഷർട്ട് കൊടുത്തപ്പോ ഒരു ഡയലോഗ് ഇന്ന് എന്തായിരുന്നു ഡയലോഗ്? ഇത് ബോയ്സിന്റെ ടീഷർട്ടാ. ജനിച്ചിട്ട് ഇതേവരെ ഗേൾസിന്റെ ഡ്രസ് ഇടാത്ത ഒരാളാണ്. എന്തൊക്കെയോ വലിയ പ്ലാൻ വരാൻ പോവാണ് ഇവിടെ. 2 പ്ലേറ്റ് സോറി 2 ചോപ്പർ ഉണ്ട്. നല്ല വ്യൂ ഇല്ലേ? അപ്പൊ തന്നെ ഇവിടെ പിടിച്ചാൽ അപ്പൊ തന്നെ അവളെ പേരാണ് ഫയർഫോഴ്സ്. ഫയർഫോഴ്സിന് വണ്ടിയാണ്. ഇല്ല ഇവിടെ കയ്പാൻ പാടില്ലാത്ത. പിന്നെ പേടിയാണ് പുറപ്പാണ്ടിട്ട്. പടത്തിന് കാത്തല്ല.
പറപ്പം കഴിയാം. ഇത്രയും പേരുണ്ടായിരുന്നു. அதுதாங்க அங்கே கொண்டு போய் എതിലിന് പേടിയായ കുറേ സമയം കൊണ്ട് എത്ര പേരാണ്. ഞാൻ പേടിച്ചേടാ. മേലിപ്പോയി നിന്നേന് ഈ സമയം കൊണ്ട് ഇത്രയും പേര്. മീമിക്ക് തരുങ്ങ ബാബൂസേ. താങ്ക് യു. ഓക്കെ. ഇവിടെ നിന്നേലി ആയല്ലോ ഇവിടെ ഒന്ന് ജീനെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. പോവാങ്ങി ഗ്രൂപ്പുണ്ട് നമ്മുടെ 3 അംഗ സംഘത്തിൽ നിന്ന് ജീനിനെ പിരിച്ചു വിടണം. ചെയ്യാം ചില പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യോണ്ടേ അതിൽ. ആ ചെയ്യോണം. എന്നാ മേമിക്കൊരു മേമിയൊക്കെ താ. പിന്നെ അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. അങ്ങനെ പോകരുത്. ജീന ഇനി വേണ്ടിക്കരുത് പോലും. ജീനക്ക് വേണ്ടിക്കില്ലേ? ആ മുദ്രാവാക്യം പഠിച്ചു മാത്രം പറ്റോ? ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞാണല്ലോ. സത്യം പറഞ്ഞാ ആ ചോപ്പർ പൊങ്ങിയ സമയത്തില് ഞാൻ അതിങ്ങോട്ട് അങ്ങനെയല്ല. എനിക്കൊരു കുറെ ദിവസം മുമ്പ് ഒരു ഭയങ്കര ബാഡ് ഡ്രീംസ് വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ടു സീരിയസ് ആയിട്ട് എനിക്കത് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞില്ലേ സമീനോട് വന്ന് പറഞ്ഞാലോ. സീരിയസ് ആയിട്ട് 1 year മുമ്പ് അതെനിക്ക്. അല്ലെങ്കിൽ ആഫ്റ്റർ ദിസ് ക്യാമറ ഞാൻ അല്ലെങ്കിലും പേടിയുള്ള കൂട്ടത്തിലാണ്. പേടിച്ചു. ആ സീൻ കണ്ടാലില്ലേ ആരും പേടിച്ചു. എനിക്ക് പേടി. എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് രണ്ടും വരുന്നില്ല ഇങ്ങനെ. കാരണം അതിന്റെ കാറ്റും പിന്നെ അതിങ്ങനെ വന്നോണ്ടിരിക്ക. ആ കാഴ്ച ഭയങ്കര ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഞാൻ പേടിച്ചു. ഏതിലും പേടിച്ചു. അങ്ങനെ ഞങ്ങള് ബുദ്ധിയുള്ള പിള്ളേര് പേടിക്കും ഇല്ലേ? ഇല്ല പേടിച്ചേലി എതിലും പേടിക്കാത്ത കൊണ്ടില്ലേ അവിടെ നിന്നില്ലല്ലോ. നമ്മള് സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്ന സ്പോട്ട് എത്ര പെട്ടെന്നല്ലേ മാറിക്കൊണ്ടിരിക്കുന്ന. ഇവിടെ കൊറേ മുമ്പ് ഞാനൊരു നോലിപ്പഴത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ലഷായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. പിന്നെ ഇവിടെ ഞങ്ങൾ ഇതേപോലെ വന്നിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊളിഞ്ഞു വീണു. ഞങ്ങള് ഇവളെ വലിച്ചെടുത്തിട്ട് ഓടിയത് അന്നത്തെ ദിവസം. കാരണം ഞങ്ങളത് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇത് പൊളിയുവാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും. കാരണം അതിന് കുറേ ദിവസം മുമ്പ് വരെ അതിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അത്യാവശ്യം കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അങ്ങനെ നോക്കിയപ്പോൾ അതെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇതിനെയും വലിച്ചോടി. എന്നിട്ട് വിത്തിൻ ഡേയ്സ് അത് അവര് ഡീമോളിഷ് ചെയ്തു. ഇനിയിപ്പോ എന്തോ ന്യൂ പ്ലാൻസ് ഒക്കെ വരാൻ പോവാൻ തോന്നുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എടുത്തൊക്കെ വെച്ചേക്കാം. നമുക്ക് മെമ്മറി ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നല്ലതല്ലേ. ഇങ്ങനെ ആയിരുന്നു ഈ സ്ഥലം. ഇൻ ഫ്യൂച്ചർ നമ്മുടെ എതിലിൻ ബേബിക്കെങ്കിലും കാണിക്കാം. ഇങ്ങോട്ട് കവർ കൊണ്ട് മോളി ഇതിനൊക്കെ എടുത്ത് ബാഗിനൊക്കെ പോകത്തെ അത്ര വണ്ടി വരും. കാർ എന്തോ വേണ്ട.
ഇങ്ങോട്ടേക്ക് ഇനി അധികം വണ്ടി എത്തില്ല, കാരണം അതിന്റെ ക്ലോസിംഗ് ടൈം കഴിഞ്ഞു. ഇതിലേക്ക് 6:30-ക്ക് മുമ്പ് കേറിയ വണ്ടികളെ ഉണ്ടാവുള്ളൂ. അതാ റിങ്ങായിനോ നോക്കാം. പെയ്യും നിരിവയമഴയോ പൂക്കണാതീടു മനസ്സു നീല കാറ്റിൻ മന്ദം തഴുകുമ്പുറും ചെറുപുഞ്ചിരിതറിയോ മന്ദിരന്നു കോക്കല സ്വന്നയൽ വിരിയട്ടെ കൈകളിൻ കാറ്റിഞ്ചേ ആട്ടുകൾ പടിയട്ടെ കൂട്ടി. എതിലിൻ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കി. ആ ഫ്രണ്ടിന്റെ പേരെന്താ? എതിലിൻ കൊടുത്ത പേരെന്നെ മിട്ടു. മിട്ടു ആകെ ഫയർഫോഴ്സ് വണ്ടി വേണ്ടെങ്കിൽ ഓക്കെ. മിട്ടു 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 ആ മതി മതി. ആരെ സിഗരറ്റ് അല്ല ഇത്, വേസ്റ്റ് എവിടെ നോക്കിയാല് ഫുൾ വേസ്റ്റ്. എതിലെ കണ്ടപാട് ഓടി വന്നേണ്ടി. അതിന് ഫുഡില്ലാതെ അച്ഛാ ഞാൻ ചിലപ്പോ ആള് ഒരു വിഷ് തരാം. എതിലിൻ നല്ല കുഞ്ഞാണ്, എതിലിനും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കണേന്ന്. റമീൻ ഭയ്യ എവിടെ? മിസ് ചെയ്യണ്ട് റമീൻ ഭയ്യേ. ഇല്ല റമീൻ ഭയ്യ മിസ് ചെയ്യണ്ടോ? റമീൻ ഭയ്യ മിസ് ചെയ്യണ്ടല്ലോ. ഇല്ല മിസ് ചെയ്യല. ഓക്കെ, നമ്മുടെ പണ്ടത്തെ സ്പോട്ടായിട്ടുള്ള ഹെവൻസിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ ഇരുന്ന് അങ്ങനെ ലൈവ് ഇറങ്ങാൻ ഇപ്പൊ ഇനി പോവാൻ എവിടെ കന്നിറങ്ങാം. മറ്റേ ചിൽഡ്രൻസ് പാർക്കിനെ കാണാം. ചിൽഡ്രൻസ് പാർക്കില്ല, ജമ്പിങ് പാർക്കിനൊക്കെ പോവാന്. അതെന്നെ മറ്റൊണ്ട് ജമ്പിന്റെ പാർക്ക്. ജമ്പിന്റെ പാർക്ക്. after a long time. അതവിടെ മാറിപ്പോയിട്ട് ആ കാറാണെങ്കിൽ ഏത് വൈബിലാണെങ്കിലും സെറ്റ്. എതിലിൻ വാങ്ങി അതിനായിട്ട് പോയി അവിടെ സെറ്റായി. കേട്ട് നോക്ക്. കഴിഞ്ഞ സാരെങ്കിലടാ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഇതടാ ജി കോഫി കുടിച്ചിട്ട് പോവാണ്. നമ്മുടെ കോഫി കിട്ടിയ
നോക്കി മക്കളാ. ആ ഇത് സാമ്പൂട്ടനില്ലേ സാബു മറ്റേ ഒരാളൊക്കെ കഴിഞ്ഞില്ലേ? മൂപ്പര് ഇങ്ങോട്ട് വന്നോ? ഒരാളവിടെ ഫ്രീ ഓർമ്മകൾ അഴവിറക്കാൻ. അസ്സലാമലൈക്കും. പോയവര് തിരിച്ചു വന്നാൽ ഞങ്ങൾ സലാം ചൊല്ലും. നോക്കടാ ഞങ്ങള് ക്ലിയർ ഇല്ല ഇതിലേ തീരെ ക്ലിയർ ഇല്ല. നമ്മള് ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഓക്കെ, നമ്മൾ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മളെല്ലാവരും പഠിച്ച പഴയ സ്കൂള് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ജീന വന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കയറിയെന്നേ ഉള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ കറക്റ്റ് പറഞ്ഞാൽ ആ പുള്ളി നിന്നില്ലേ, അതിൻ്റെ മുകളിലായിരുന്നു ഞങ്ങളുടെ 9th ക്ലാസ്. ഓ ഓർമ്മകൾ. ചിലപ്പോൾ നല്ല അടിപൊളി സ്കൂളായിട്ട് വരും കേട്ടോ. നല്ല സ്ട്രോങ് ബിൽഡിങ്, നൈസ്. ഇത് പണി തീർന്നിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കാണാനൊരു എക്സൈറ്റ്മെൻറ്റ്, നൈസ്. എന്നാലും പഴയ സ്കൂളിനോടൊരു പ്രത്യേക നൊസ്റ്റു. +2 വരെ പഠിച്ച സ്കൂൾ ഞങ്ങളുടെ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ, കവരത്തി ഐലൻഡ്. ഓ ഡസ്റ്റ് എസലിനെ സിമെന്റ് പൊടി അത് അങ്ങനെ നമ്മള് മീൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. കരത്തി ഞങ്ങളെ ജീന ഫ്രണ്ടിലൊക്കെ ബച്ച ജീനെ ഡ്രസ് ഷീട്ടായി പോങ്ങ. അപ്പൊ ജീനെ മണ്ടി. ഓക്കെ, ഞാൻ എന്തായാലും ഹലോ നമ്മള് ഫിഷൊക്കെ മേടിച്ച് തിരിച്ചു പോവാണ്. എന്റെ വീടെത്താനായി. മീൻ മേടിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടാ. ഇന്നത്തെ ഈ വീഡിയോയില് കംപ്ലീറ്റ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ജീനയുടെ മറ്റേ സിമെന്റും സാൻഡും ഒക്കെയാണ്. അപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്തേക്കാം. കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. കുറച്ച് ലേറ്റ് ആയിപ്പോ ഇറങ്ങി എത്തിയപ്പോഴത്തേക്ക്. അപ്പൊ ഫുഡ് ഉണ്ടാക്കട്ടെ. നല്ല ഫ്രഷ് ട്യൂണ ഫിഷാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈവനിങ് കറക്കം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ മെയിനായിട്ട് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു എന്നറിയോ? അത് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ പറയാം. ഒന്ന് ഇറങ്ങി പോവോ? എന്നിട്ട് എടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഇതിന് മുമ്പ് ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ അല്ല, ഏതോ പഴയ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പഴയ ആ ഒരു കറക്കവും നാട്ടിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന വീഡിയോ ഇപ്പം മിസ്സിങ് ആണല്ലോ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ 3 പേരുടെയും കോംബോ. അപ്പം നമ്മുടെ ഒരു സ്ഥിരം വ്യൂവറാണ് ജീന. ബാ, ഈ മൊത്തം സിമെന്റ് സാൻഡ് ജെല്ലി. ഞാനിപ്പോ ജീനന്റെ കൂടെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. എം സാൻഡ്, സി സാൻഡ്, ഡസ്റ്റ്, പി സാൻഡ് അപ്പൊ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ കുറെ സാൻഡിനെ കുറിച്ച്. ഓക്കെ, കാരണം ഇന്നത്തെ താങ്ക് യു ഡിയർ. അപ്പൊ അതിനാണ് ആ വീഡിയോ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ ഞങ്ങളിപ്പോ ലാസ്റ്റ് 1 year ആയിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റേർഡ് ആണല്ലോ. അപ്പോൾ പൈൻഡ് അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനത്തെ കറക്കങ്ങളും ഒരു ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈവനിങ് വീഡിയോയിൽ കുറച്ച് കാഴ്ചകൾ എക്സ്ട്രാ ഇതുവരെ കാണാത്തതൊക്കെ കാണിക്കാൻ പറ്റിയെന്ന്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.